ഹായ് ഹലോ, നമ്മളിപ്പോൾ നമ്മളെ സ്വന്തം നാട് പുതുപ്പറമ്പിലെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. നമ്മൾ ഉപ്പാൻ്റെ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ മെമ്പർക്ക് എന്താ പറയാനുള്ളത്? ഇതിനെപ്പറ്റി നമ്മളെ അഭിപ്രായം എങ്ങനെ? നമ്മളെ പുതുപ്പറമ്പിൽ അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് മേഖലയായി മാറി. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ നമ്മളെ വൈസ് പ്രസിഡന്റ് എവിടെ പോയത്? അവിടെ ഉണ്ടോ? അപ്പൊ എന്താ അത് അല്ല, ഇതോ 20 റുപ്യ വെറുതെ തരുമോ? വെറും 20 നമ്മളെ വൈസ് പ്രസിഡന്റ് അഭിപ്രായം ഒന്ന് അറിയണം. നമ്മളെ ഈ സംരംഭം യുവത്വം കണ്ട മനുഷ്യന്റെ ഇത്ര ആൾക്കാർ നോക്കിക്കുമ്പോൾ 38-ാം വയസ്സിൽ ഇപ്പോഴും ആ പ്രായം കുറച്ച് പറയുന്നത് 38 നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ട ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം യാഥാർത്ഥ്യമാക്കലാണ്. അത് നമ്മൾ പ്രതീക്ഷയിലും എത്രയോ വലിയ രൂപത്തിലാണ് ഇതിന്റെ ഉണ്ടായത്. കാരണം അത്രയും ആളുകൾ ഇനി പല നമ്മളെ സമീപത്തെ പല പ്രദേശങ്ങളിലും ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് എല്ലാ ദിവസവും കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ആകർഷകമായ ഒരു നല്ല ഒരു ടൂറിസ്റ്റ് പോയിന്റായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. അവയില് നമ്മളെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് യൂട്ടിലൈസ് ചെയ്യണം. ആരും നോക്കിക്കിടല്ല. എടരിക്കോട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സമ്മതാക്കിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷ വേളയിൽ ഇതിൽ ആസ്വദിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രത്യേകം രേഖപ്പെടുത്തും. അല്ല, ഞാനിപ്പോ വ്ലോഗ് എടുത്തില്ലാന്ന് പറഞ്ഞില്ല. നമ്മളെ നാട്ടുകാർ നമ്മളെ പുതുപ്പറമ്പ് ഗൾഫിലുള്ള വ്യാപാരിയൊന്നും വല്ല ഉണ്ടായി നേരം എന്തിനാ വരണ്ടേ? എന്തിനാ? എങ്ങനെയുണ്ട് കച്ചവടം? എത്രതിന് വരാം? 20. അപ്പോൾ ഗേസ്, നീന്താൻ ആഗ്രഹം ഉള്ളവർക്കും നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു സ്പോട്ടിൽ വന്നാൽ മതി. കുട്ടികൾ ഇറക്കുമ്പോൾ വലിയവരും കൂടെ ഇറങ്ങണം. ഇതാ സേനു. ഇത് CPS വ്ളോഗിൽ ഉണ്ടാവട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. കാരണം നമ്മളെ പുതുപ്പറമ്പിലുള്ളവർ മാത്രമല്ല, ചുറ്റുഭാഗത്തുള്ള പ്രദേശത്തുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നീന്തുവാനും അതുപോലെ തന്നെ നമ്മളെ വലിയ ആളുകൾക്കും ഒക്കെ നല്ല നീന്തി തുടിച്ച് രസിക്കുവാനൊക്കെയുള്ള നല്ലൊരു അത്യാവശ്യം വലിയ ആഴമൊന്നുമില്ലാത്ത ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ. ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതാ ഇവിടെ എത്തുന്നുണ്ട്. അതുമാത്രമല്ല, മീൻ പിടിക്കുവാനും ചൂണ്ടലിടുവാനും അതുപോലെ ഫുട്ബോൾ കളിക്കുവാനും എല്ലാത്തിനും പറ്റിയൊരു ഏരിയ കൂടിയാണ് കേട്ടോ. ഇവിടെ ശരിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ. ഇതിന് ലൊക്കേഷൻ വരുന്നത് പുതുപ്പറമ്പ് എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് തെക്കേക്കുണ്ട് പാടത്താണ് കേട്ടോ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പുതുപ്പറമ്പിൽ അറിയാത്തവരും പുതുപ്പറമ്പിൻ്റെ പരിസരത്തുള്ളവരൊക്കെ ഈ ഒരു വൈബ് ആസ്വദിക്കുവാനും കാണാനും വരിക. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്, കൂടെ രക്ഷിതാക്കളും എപ്പോഴും കൂടെ വേണം. ചൂണ്ടക്കാരൊക്കെ ഉണ്ട്. മീൻ കിട്ടിയടാ? എത്ര മീൻ കിട്ടി? എത്ര മീൻ കിട്ടി? എത്ര? ഇതെന്താണ്? കടുങ്ങാലിയോ? കടുങ്ങാലി പരലോ? പരിക്കുണ്ടത്. അതാണ് നമുക്ക് പറ്റാത്തത്. പൈപ്പ് ഇവിടെ പൈക്കണീന് എന്താ ഉള്ളത്? ഫ്രൂട്ട്സ് മതിയോ? ഫ്രൂട്ട്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. മതിയോ? അപ്പം എന്നും അങ്ങനെ പറയും. ഞങ്ങളിതൊന്ന് കാണാൻ വന്നതാണ്. പുതുപ്പറമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡാണ്.
ഏതായാലും ഇപ്പോൾ ടൂറിസ്റ്റുകൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ.